ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു ഇടിയപ്പം ഉണ്ടാക്കാം. ഇടിയപ്പം സാധാരണ നമ്മൾ അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി അതിനായിട്ട് ആദ്യമേ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നേരം അടുപ്പത്ത് വെച്ച് അതിങ്ങനെ ചൂടാക്കി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി വറുത്തെടുക്കാൻ സാധിക്കും. ഇനി അതിൽ വറുത്തെടുക്കുന്നതിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റാം. ചട്ടി മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ചട്ടി ഇളക്കി കൊടുക്കണം. കാരണം ചട്ടിയുടെ ചൂടും കൊണ്ട് നമ്മുടെ പൊടി ഒന്നും കൂടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചൂടാറുന്നത് വരെ ചട്ടിയിൽ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചൂടൻ വെള്ളം, സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചൂടൻ വെള്ളം കുറേശ്ശെയായിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് കുഴച്ച് വയ്ക്കുക. നമ്മൾ ആദ്യമേ തന്നെ കൈയിട്ട് കുഴയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്പൂണിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ്. നമ്മുടെ മാവ് സ്മൂത്തായിട്ട് പിഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചിൽ വെളിച്ചെണ്ണ തേക്കുന്നത്. നമ്മുടെ പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കുഴയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കാനും അതിങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞ് വരാതിരിക്കുകയും ചെയ്യും. കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇടിയപ്പം ഒരു തടസ്സവും ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടുന്നതാണ്. നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് പിഴിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ഇടിയപ്പം കിട്ടി കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടി ഉപയോഗിച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ഇടിയപ്പം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഈ ഡയബറ്റിക് ഉള്ള ആളുകൾക്കൊക്കെ കൂടുതലും അരിപ്പൊടി യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് മടുപ്പില്ലാതെ എപ്പോഴും ഈ ചപ്പാത്തി തന്നെ കഴിക്കുന്നത് കുറച്ച് മാറ്റി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കുറച്ചും കൂടെ സന്തോഷമായിട്ട് കഴിക്കാൻ സാധിക്കും. നമ്മുടെ ഇടിയപ്പമൊക്കെ ഏറെക്കുറെ നല്ലപോലെ പിഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇടിയപ്പം പിഴിഞ്ഞ് തീരാറായി. നമ്മൾ അവസാനം ഇങ്ങനെ അച്ചിൻ്റെ അകത്ത് കുറച്ച് ബാലൻസ് എന്താണെങ്കിലും പൊടി ഉണ്ടാകും. അത് എടുത്ത് ഉണ്ട പോലെ ഉരുട്ടിയാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ വയ്ക്കുന്നത്. നമ്മുടെ ഇടിയപ്പം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്